മൂന്നാർ ടൗണിൽ പടയപ്പ ഇറങ്ങി വഴിയോര കടകൾ തകർത്തു. ഇന്ന് പുലർച്ചെയാണ് കാട്ടാന മൂന്നാർ ടൗണിൽ ഇറങ്ങിയത്. RRTയും നാട്ടുകാരും ചേർന്ന് പടയപ്പയെ തുരത്തി. ഈ മൂന്നാർ ടൗണിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് നാളുകൾക്ക് ശേഷം മൂന്നാർ ടൗണിലേക്ക് കാട്ടാന പടയപ്പ എത്തി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള വഴിയോര കടകൾ ആക്രമിച്ച ശേഷം അതിൻ്റെ അകത്തുണ്ടായിരുന്ന പഴവർഗ്ഗങ്ങൾ പൂർണ്ണമായും ഭക്ഷിച്ച് കാട്ടാന മടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തിട്ടില്ല, ആളുകൾക്ക് നേരെ അക്രമം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ആന ഇങ്ങനെ ഈ മൂന്നാർ ടൗണിലൂടെയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൂടെയും സ്വൈര്യവിഹാരം തുടരുകയാണ്. RRTയുടെ നിരീക്ഷണമുണ്ട് എങ്കിൽ കൂടിയും ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ചില അക്രമ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുസൃതികൾ ആനയുടെ ഭാഗത്തു നിന്ന് കാട്ടാനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ആളുകൾക്ക് അത്ര പിടിക്കുന്നില്ല. നേരത്തെ ക്രിസ്റ്റീന ചോദിച്ച് ചില കമന്റുകൾ വായിച്ചിരുന്ന പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമാണോ ഈ പടയപ്പ ഇങ്ങനെ ഈ ജനവാസ മേഖലയിലേക്ക് ഈ സമയങ്ങളിൽ ഇറങ്ങുന്നതെന്ന് ചോദിച്ചിരുന്നു ഒരാള്. അതിനുള്ള മറുപടി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ല, പക്ഷെ ചില ആളുകൾ ഈ ആനയെ മനഃപൂർവ്വമായിട്ട് പ്രകോപിപ്പിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നുകൂടി ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർത്തു.